ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 18-ാം തീയതി ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എക്സാമിന്റെ കണക്ക് ചോദ്യങ്ങളാണ് കേട്ടോ. സൊല്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന്റെ കൂടെയുള്ള ആ ബെല്ല് പോലത്തെ സിമ്പിൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ആക്കി വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആൺകുട്ടികളുണ്ട്, അതുപോലെ തന്നെ പെൺകുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ബോയ്സ് ഗേൾസ് നിന്ന് എഴുതി കൊടുക്കുകയാണ്. അവരുടെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് നോക്കിക്കേ, 1:3 ആണ്. അതായത് ഒരു ആൺകുട്ടിക്ക് 3 പെൺകുട്ടികൾ. അതാണ് അവരുടെ ഇടയ്ക്കുള്ള അംശബന്ധം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 റേഷ്യോ തന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ഇവിടെ റേഷ്യോ അല്ല തന്നിരിക്കുന്നത്. ഇപ്പൊ ബോയ്സിന്റെ എണ്ണം 1 ആണ്, ഞാൻ അതിനെ എക്സ് എന്ന് വിളിച്ചു. ഗേൾസിന്റെ എണ്ണം 3 ആണ്, ഞാൻ അതിനെ 3x എന്ന് വിളിച്ചു. നമുക്ക് ഇങ്ങനെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ഏതോ ഒരു സംഖ്യയായിട്ട് ഈ 2 നമ്പറിനെയും ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ഇവിടെ എക്സ് എന്ന് വിളിച്ചാൽ ഇവിടെ ഞാൻ എന്ത് വിളിക്കണം? 3x എന്ന് വിളിക്കണം. എക്സിന്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പെൺകുട്ടികളുടെ എണ്ണത്തിൽ നിന്നും 8 കുറച്ചാൽ, പെൺകുട്ടികളുടെ എണ്ണം എത്രയാണോ അതിൽ നിന്നും 8 കുറച്ചാൽ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടി കിട്ടണം. അതായത് ആൺകുട്ടികളുടെ എണ്ണം 10 ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം 20 ആയിരിക്കണം. എത്രയാണോ ആൺകുട്ടികളുടെ എണ്ണം അതിന്റെ ഇരട്ടി പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. 8 പേർ വരാതിരുന്ന ദിവസം. അത് അവിടെ കിടന്നോട്ടെ, നമുക്കിപ്പോൾ ആവശ്യമില്ല. അപ്പൊ ഇത് സോൾവ് ചെയ്തൊക്കെ ചെയ്യാൻ പോയി ഒരുപാട് സമയം പോകും. നമ്മൾ നേരെ ഓപ്ഷൻ ഇട്ടങ്ങ് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഓപ്ഷൻ ഇട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ? ആകെ മൊത്തമുള്ള കുട്ടികളുടെ എണ്ണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 2 കുട്ടികൾ x + 3x, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കൂടെ എണ്ണം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? ആകെ മൊത്തമുള്ള കുട്ടികളുടെ എണ്ണം കിട്ടണം. അപ്പൊ ഞാൻ x + 3x എന്ന് പറയുമ്പോൾ എത്ര വരും? 4x എന്ന് വരും. ശരിയല്ലേ? 3xന്റെ കൂടെ x കൂട്ടിയാൽ 4x എന്ന് കിട്ടും. ഈ ഓരോ 4xന്റെയും കൂടെ നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ അങ്ങ് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഈ ബോയ്സിന്റെ എണ്ണം x ആണ്, പെൺകുട്ടികളുടെ എണ്ണം 3x ആണ്. നമ്മൾ രണ്ടും കൂടെ അങ്ങ് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4x എന്ന് കിട്ടി. ആകെ മൊത്തമുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 4x ആണ്. ഇനി നമ്മൾ 4xന്റെ വില കാണാൻ വേണ്ടിയിട്ട് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. ഒന്നാമത്തെ ഓപ്ഷൻ 16. 4x എന്ന് പറയുന്ന 16ന് തുല്യമാണെങ്കിൽ എക്സിന്റെ വില എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 4 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ 3 × 4 നമുക്ക് 12 എന്ന് കിട്ടും. ഇവിടെ ആണെങ്കിലോ 4 എന്നും കിട്ടും. അപ്പൊ 4 ആൺകുട്ടികളും 12 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇനി ഈ 12 പെൺകുട്ടികളിൽ 8 പേര് വന്നില്ലെങ്കിൽ പിന്നെ എത്രയേ ഉള്ളൂ? 4 അല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ 4 ഉം 4 ഉം ഈക്വൽ ആയിട്ടല്ലേ കിട്ടുന്നേ? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 8 വരണം. 8 പേരെ കുറച്ചാൽ. അതാണ് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇതല്ല ആൻസർ എന്ന് മനസ്സിലായി. രണ്ടാമത്തെ 4xന്റെ വാല്യൂ, രണ്ടാമത്തെ തന്നിരിക്കുന്ന വാല്യൂ എത്രയാന്ന് നോക്കിക്കേ, 36. 4xന്റെ വാല്യൂ 36 ആണെങ്കിൽ എക്സിന്റെ വില എത്രയായിരിക്കും? 9 ആയിരിക്കും. ഇട്ട് കൊടുത്തോ. 9 × 3 27 എന്ന് വരും. ഇവിടെ ആണെങ്കിലോ 9. 9:27 എന്നാണ് വരിക. 8 പേരെ കുറച്ചാൽ നമുക്ക് എത്രയാ വരിക? 19 എന്നാണ് കിട്ടുക അല്ലെ? 19ഉം 9ഉം ഇരട്ടിയാണോ? അല്ല. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 32 എന്നാണ് തന്നിരിക്കുന്നത്. 4xന്റെ വില 32 ആണെങ്കിൽ എക്സിന്റെ വില എത്ര വരും? 8 എന്ന് വരും. ശരിയല്ലേ? അതായത് 8 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ 3 × 8 24 പെൺകുട്ടികൾ ഉണ്ടാവണം. ഇനി നോക്കിക്കേ, 24ൽ നിന്നും 8 കുറച്ചാൽ എത്രയാണ്? 16 ആണ്. അപ്പൊ 8:16. 8ന്റെ ഇരട്ടിയല്ലേ 16 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ആൻസർ എത്രയാണ്? 32 കുട്ടികളാണ്. കണ്ടോ? 4 ഓപ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് ഇട്ട് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ആൺകുട്ടികളുടെ എണ്ണം x എന്ന് വിളിച്ചു, പെൺകുട്ടികളുടെ എണ്ണം 3x എന്ന് വിളിച്ചു. അപ്പൊ എക്സും 3xും കൂടെ കൂട്ടുന്നതാണല്ലോ ആകെ കുട്ടികളുടെ എണ്ണം. അപ്പൊ ഞാൻ കൂട്ടിയതേ 4x എന്ന് അങ്ങോട്ട് എഴുതി വെച്ചു. നമ്മളോട് ആകെ കുട്ടികളുടെ എണ്ണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമുക്ക് ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഓരോ ആൻസറും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ 16 ഇട്ട് കൊടുത്തു, രണ്ടാമത് നമ്മൾ 36 ഇട്ട് കൊടുത്തു, മൂന്നാമത് നമ്മൾ 32 ഇട്ട് കൊടുത്തു. അപ്പോൾ ഓരോ കേസിലും നമുക്ക് എക്സിന്റെ വില കിട്ടി. ഇനി
എക്സിന്റെ സ്ഥാനത്ത് കിട്ടുന്ന വാല്യൂ ഇടുക, 3x സ്ഥാനത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എഴുതി നോക്കുക. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞിരിക്കുന്നത്? 8 കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ, 8 പെൺകുട്ടികൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ എണ്ണത്തിൽ നിന്നും 8 കുറയ്ക്കുക. അപ്പൊ നമ്മുടെ റേഷ്യോ നോക്കുക, എക്സിന്റെ ഇരട്ടിയാണോ അപ്പുറത്ത് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മാത്രമേ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. 32 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 8 എന്ന് കിട്ടി. അപ്പൊ 8:24 എന്ന് കിട്ടി. 24 8 കുറച്ചാൽ 16 എന്ന് വരും. അപ്പൊ 8ന്റെ ഇരട്ടിയല്ലേ 16. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് അതാണ് നമ്മളുടെ ഉത്തരം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കുറേയൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിന്റെ വില മനസ്സിൽ തന്നെ കിട്ടും. അതങ്ങ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് മാത്രം അങ്ങ് സൈഡിൽ എഴുതിയിട്ടാൽ മതി. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ സി 32. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പൊ ദേ നമ്മളിത് ഈ പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാണ്. 12 മീറ്റർ എങ്ങോട്ട് നടന്നു? കിഴക്കോട്ട് നടന്നു. കിഴക്ക് അങ്ങോട്ടാണ്, പടിഞ്ഞാറ് ഇപ്പുറത്തോട്ടാണ്. ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. അങ്ങോട്ട് നടക്കുന്ന ഒരാൾക്ക് ഇടത് മുകളിലോട്ടായിരിക്കും, വലത് താഴോട്ടായിരിക്കും. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര ദൂരം നടന്നു? 10 മീറ്റർ നടന്നു. മുകളിലോട്ട് 10 മീറ്റർ നടന്നു. അടുത്തത് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് അത് റൈറ്റ് സൈഡും ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡും ആയിരിക്കും. അപ്പൊ ഇടത്തേക്ക് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. മൊത്തം 12 ആണ് കേട്ടോ. അപ്പൊ 4 എന്ന് പറയുമ്പോൾ ഏകദേശം അതിന്റെ ഒരു 1/4 ഭാഗമേ വരയ്ക്കാൻ പാടുള്ളൂ. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. ഇപ്പൊ നോക്കിക്കേ, അയാൾ അങ്ങോട്ട് ഫേസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് ഫേസ് ചെയ്ത് നടക്കുമ്പോൾ മുകളിലേക്ക് വലതുഭാഗവും താഴോട്ടാണ് ഇടതുഭാഗം വരിക. അപ്പൊ നമ്മൾ താഴോട്ടായിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. എത്ര ദൂരം നടന്നു താഴോട്ട്? 4 മീറ്റർ നടന്നു. അപ്പൊ ഞാൻ ഇത് മൊത്തം 10 ആണ്. അപ്പൊ 4 എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അല്ലെങ്കിൽ ഏകദേശം ഒരു 1/2 ഭാഗത്തോളം ഒക്കെ വരച്ചാൽ മതി. അപ്പൊ ഇത് 4 ആണെങ്കിൽ ഇത്രയും ഭാഗവും 4 ആയിരിക്കും. ആകെ മൊത്തം 10 ആണ് കേട്ടോ. അപ്പൊ ഈ ഭാഗം എത്രയായിരിക്കും? 6 ആയിരിക്കും. കണ്ടോ, 6 4 അല്ലേ 10 എന്ന് പറയുന്നേ. അപ്പൊ ഇത്ര ഭാഗം 4 ആണെങ്കിൽ ബാക്കിയുള്ള പോർഷൻ 6 ആയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വരയ്ക്കാമല്ലോ. നോക്കിക്കേ, ഇത് ഞാൻ താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണേ. അപ്പൊ ഇത്രയും ഭാഗം 4 ആണെങ്കിൽ ബാക്കിയുള്ളത് എത്രയായിരിക്കും? 8 ആയിരിക്കും. ശരിയല്ലേ? 8 4 അല്ലേ 12 എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവസാനിച്ച പോയിന്റും തുടങ്ങിയ പോയിന്റും തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കാനാണ്. ഇതാണ് അവസാനിച്ച പോയിന്റ്, ഇതാണ് തുടങ്ങിയ പോയിന്റ്. അവർ തമ്മിലുള്ള ദൂരം കാണാമല്ലോ. എങ്ങനെ കാണുക? ഇത് ഇത്രയും ഭാഗം 8 ആണ് നമുക്ക് കിട്ടി. ഇത്രയും ഭാഗം 6 ആണല്ലേ. ഇത് 6 ആണെങ്കിൽ ഇതും 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ വശം കർണം എങ്ങനെ കണ്ടുപിടിക്കാം? 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ട്രിപ്ലെറ്റുകളുടെ കൺസെപ്റ്റ് ഉപയോഗിക്കാം. ഒരു സൈഡ് 8ഉം മറ്റേ സൈഡ് 6ഉം ആണെങ്കിൽ ഏറ്റവും വലിയ സൈഡ് എത്രയായിരിക്കും? 10 ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് അല്ലേ. 3 4 5. ഒരു വശം 3ഉം മറ്റേ വശം 4ഉം ആണെങ്കിൽ മൂന്നാമത്തെ വശം ഓട്ടോമാറ്റിക്കലി 5 ആയിരിക്കും. ട്രിപ്ലെറ്റുകൾ ഇവരുടെ ഇരട്ടി, 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8, 5ന്റെ ഇരട്ടി 10. 6ഉം 8ഉം വന്നാൽ അടുത്ത വശം ഏതേ വരുള്ളൂ? 10 വരുള്ളൂ. അല്ലാതെയും കണ്ടുപിടിക്കാം. ഏറ്റവും നീളം കൂടിയ വശത്തിന്റെ കർണം എന്ന് വിളിക്കുക. കർണം കാണാൻ എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ, 8ന്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് 6ന്റെ സ്ക്വയർ എടുക്കുക. 8ന്റെ സ്ക്വയർ എത്രയാണ്? 64, പ്ലസ് 6ന്റെ സ്ക്വയർ 36. സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് വന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 100 എത്രയാണ്? 10 ആണ്. എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഉത്തരം എത്ര വന്നു? 10 എന്ന് വന്നു. ഈ ട്രിപ്ലെറ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോണം. ഇതറിയാമെങ്കിൽ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. ഓക്കെ, ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ എ 10 എന്ന് കിട്ടിയ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. 2⁻3 പ്ലസ് 3⁻4 പ്ലസ് 4⁻5 ദ ഹോൾ റേസ് ടു 0ന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? 2⁻3 കണ്ടുപിടിക്കും, 3⁻4 കണ്ടുപിടിക്കും, 4⁻5 കണ്ടുപിടിക്കും. ഇതെല്ലാം കൂടി എടുത്ത് അങ്ങ് കൂട്ടും. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. ഏത് നമ്പറും ആയിക്കോട്ടെ, അതിപ്പോൾ 1000മോ 10000മോ ഏത് സംഖ്യ ആണെങ്കിലും അതിന്റെ പവർ 0 ആണെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമ്മളിത് ഫുള്ള് സോൾവ് ചെയ്തിട്ട് പവർ 0 കണ്ടാൽ ഉത്തരം എന്ത് എഴുതാം? 1 എന്നങ്ങ് എഴുതി കൊടുക്കാം കേട്ടോ. അല്ലാതെ സോൾവ് ചെയ്യാനൊന്നും നിന്ന് സമയം കളയരുത്. ആൻസർ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ഒരു മാസത്തെ 20-ാം തീയതി തിങ്കളാഴ്ചയാണ് എങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം ഏത്? അപ്പൊ നോക്കിക്കേ, 20-ാം തീയതി കേട്ടോ. 20-ാം തീയതി ഏതാണ്? തിങ്കളാഴ്ചയാണ്. അപ്പൊ ഞാൻ തിങ്കളെന്ന് എഴുതി, അതിന്റെ താഴെ 20-ാം തീയതി എന്ന് എഴുതി കൊടുത്തു. 20ന്റെ കൂടെ പ്ലസ് 7 കൂട്ടുക, 27. ഇനി നമുക്ക് 7 കൂട്ടാൻ പറ്റുമോ? ഇല്ല, വാല്യൂ വലുതായി പോകും അല്ലെ. 27നോട് 7 കൂട്ടിയാൽ 34 എന്നൊക്കെ ആൻസർ വരും. 34 എന്നൊരു ദിവസം നമ്മുടെ കലണ്ടറിലുണ്ടോ? ഇല്ല.
അതുകൊണ്ട് പുറകോട്ട് കുറച്ചാൽ നമുക്ക് പുറകിലുള്ള ദിവസങ്ങൾ കിട്ടുമല്ലോ. 20ന്റെ കൂടെ 7 കുറച്ചാൽ എത്ര വരും? 20ന്റെ കൂടെ 7 കുറച്ചാൽ നമുക്ക് 13 എന്ന് വരും. ശരിയല്ലേ? 13ന്റെ കൂടെ 7 കുറച്ചാൽ നമുക്ക് 6 എന്ന് വരും. 6ന്റെ കൂടെ 7 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, വേറെ മാസത്തിലേക്ക് പോകും അല്ലേ. അപ്പൊ ഇത്രയും ദിവസങ്ങൾ 4 ദിവസങ്ങൾ തിങ്കളാഴ്ച എന്ന് കിട്ടി. നമ്മളിത് പഠിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു മാസത്തിൽ 5 തവണ വരാൻ സാധ്യതയുള്ള ഡേറ്റുകൾ ഏതൊക്കെയായിരുന്നു? 29, 30, 31. ഈ 3 ദിവസങ്ങൾ മാത്രമേ 5ാമത്തെ ആഴ്ചയിൽ വരത്തുള്ളൂ. അതായത് 5 ദിവസം വരണമെങ്കിൽ 29, 30, 31 ഡേറ്റുകൾ അവിടെ വന്നിരിക്കണം. വേറെ ഒരു ഡേറ്റും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ 27ാം തീയതി തിങ്കളാഴ്ച ആണെങ്കിൽ 28 ചൊവ്വയായിരിക്കും. 29 ഏത് ദിവസം? ബുധനായിരിക്കും. ഈ 30 ഏതായിരിക്കും? വ്യാഴമായിരിക്കും. 31 ഏതായിരിക്കും? വെള്ളിയായിരിക്കും. അപ്പൊ 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്? ബുധനാഴ്ച വരാം, വ്യാഴാഴ്ച വരാം, വെള്ളിയാഴ്ച വരാം. വേറെ ദിവസങ്ങളൊന്നും വരത്തില്ല കേട്ടോ. എന്തുകൊണ്ടാണ്? 27 തിങ്കളെന്ന് തന്നിട്ടുള്ളത് കൊണ്ടാണ്. ഈ പുറകിലത്തെ ദിവസം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് 4 ദിവസം എങ്ങനെയാ വരുന്നതെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഓർത്ത് വെക്കുക, 5 ദിവസം വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ 29, 30, 31 ഈ ഡേറ്റുകൾ അവിടെ വന്നിരിക്കണം. ഈ ഡേറ്റിന് മാത്രമേ 5ാമത്തെ ആഴ്ചയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കി ഡേറ്റിനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ 29 ബുധനാണ്, 30 വ്യാഴമാണ്, 31 വെള്ളിയാണ്. നമ്മുടെ ഓപ്ഷൻസിനകത്ത് ഈ പറയുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് ഉത്തരമായിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ. നമ്മുടെ ഓപ്ഷനകത്ത് ഓപ്ഷൻ എ ചൊവ്വ ഇല്ല, ഓപ്ഷൻ ബി വ്യാഴം കിടപ്പുണ്ട്. കണ്ടോ? വ്യാഴം കിടപ്പുണ്ട്. അപ്പൊ നമ്മളുടെ ഉത്തരം ഏതായിരിക്കും? വ്യാഴമായിരിക്കും. ഓപ്ഷൻ സി ശനി. ശനി ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. ഓപ്ഷൻ ഡി തിങ്കൾ വരുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? വ്യാഴാഴ്ചയാണ്. കണ്ടോ? അടുത്ത ചോദ്യം. മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് സമയമെടുത്തു. അങ്ങനെയാണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പാറ്റേണിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് അല്ലേ. അപ്പൊ എങ്ങനെയാ ചെയ്യാം? നമുക്ക് ദൂരം വേണം അല്ലെ. ദൂരം എന്ന് പറയുന്നത് എന്താണ്? ദൂരം എന്ന് പറയുന്നത് നമ്മുടെ തീവണ്ടിയുടെ നീളവും പാലത്തിന്റെ നീളവും കൂടെ കൂട്ടുന്നതായിരിക്കും ദൂരം എന്ന് പറയുന്നത്. കാരണം എന്താ? പരന്നു കിടക്കുന്ന ഏതൊരു സാധനത്തിനെയും ക്രോസ് ചെയ്താണ് നമ്മുടെ തീവണ്ടി പോകുന്നതെങ്കിൽ രണ്ടുപേരുടെയും കൂടെ നീളം കൂട്ടിയാലേ നമുക്ക് ദൂരം കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് പാലത്തിന്റെ ദൂരം തന്നിട്ടുണ്ട് 470 മീറ്റർ ആണ്. പ്ലസ് ട്രെയിനിന്റെ നീളം അറിയില്ല, ഞാൻ അതിനെ L എന്ന് വിളിച്ചു കേട്ടോ. ട്രെയിനിന്റെ നീളം എനിക്ക് അറിയില്ല. ഇനി നമുക്ക് സമയം തന്നിട്ടുണ്ട് അല്ലേ. ടൈം എത്രയാ തന്നിരിക്കുന്നേ? എത്ര സെക്കൻഡ് സമയം എടുത്തു? 20 സെക്കൻഡ് സമയം എടുത്തു. സെക്കൻഡിലാണ് സമയം തന്നിരിക്കുന്നത്. നീളം നമുക്ക് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് നമുക്ക് എന്തിലായിരിക്കണം തരേണ്ടത്? മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. കാരണം ഇത് മീറ്ററിലാണ്, ഇത് സെക്കൻഡിലാണ്. ട്രെയിനിന്റെ നീളം നമ്മൾ ഒരിക്കലും കിലോമീറ്ററിൽ പറയില്ല. ട്രെയിനിന്റെ നീളം നമുക്ക് മീറ്ററിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? സ്പീഡിനെ നമ്മൾ കിലോമീറ്റർ പെർ മണിക്കൂറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഇപ്പൊ 108 കിലോമീറ്റർ പെർ മണിക്കൂറാണ് നമ്മുടെ ട്രെയിനിന്റെ വേഗത. അതിനെ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും? കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. അതിനെ മീറ്റർ എന്ന് പറഞ്ഞ ചെറിയ സംഖ്യയാക്കി മാറ്റാൻ ചെറിയ നമ്പറായ 5/18 കൊണ്ട് ഗുണിക്കണം. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ? 5 മുകളിൽ വരും, 18 താഴെ വരും. നേരെ തിരിച്ചാണെങ്കിലോ 18/5 എന്ന് വരും. അപ്പൊ എപ്പോഴും ചെറിയ സംഖ്യ മുകളിൽ, വലുതിനെ ചെറുതാക്കാൻ ചെറിയ സംഖ്യ മുകളിൽ, ചെറുതിനെ വലുതാക്കാനാണെങ്കിൽ വലിയ സംഖ്യ മുകളിൽ വരും. ആ രീതിയിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി എങ്ങനെ സോൾവ് ചെയ്യാവുന്നേ? 18 × 1 18, 18 × 6 108 എന്ന് കിട്ടി. അപ്പൊ എത്ര വന്നു? 6 × 5 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി എല്ലാം ആയല്ലോ, നമുക്ക് ദൂരം കണ്ടുപിടിക്കാം. അപ്പൊ ദൂരം 470 + L എന്ന് പറയുന്ന എന്തിന് തുല്യമാണ്? വേഗതയും സമയത്തിനെയും കൂടെ ഗുണിക്കുന്നതിന് തുല്യമാണ്. വേഗത 30 ഗുണം സമയം എത്രയാണ്? 20. 30 × 20 എത്ര വരും? 600 എന്ന് വന്നു. അപ്പൊ നീളം കിട്ടാൻ എന്ത് ചെയ്യണം? 600-ൽ നിന്നും ഈ 470 കുറയ്ക്കുക. കാരണം എന്താ? 470 ഇവിടെ പ്ലസ് ആയിട്ടാണ് കിടക്കുന്നത്. ആ പ്ലസ് ആയി കിടന്നതിനെ നമ്മൾ നേരെ അപ്പുറത്തോട്ട് വിട്ടാൽ മൈനസ് ആയിട്ട് പോകും. കുറയ്ക്കാമല്ലോ.
0 എന്ന് വന്നു. 10-ൽ നിന്നും 7 പോയാൽ 3, 5-ൽ നിന്നും 4 പോയാൽ 1. 130 മീറ്റർ ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, അപ്പൊ ഇതുപോലെ നീളം തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ പാലത്തിന്റെ നീളവും കൂടെ എടുക്കാൻ മറന്നു പോകരുത്, ആൻസർ തെറ്റിപ്പോകും കേട്ടോ. അല്ലെങ്കിൽ അപ്പൊ ആൻസർ ഇവിടെ 130 ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ, 130. അടുത്ത ചോദ്യം, ക്ലോക്കിലെ സൂചിക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആവുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്ലോക്കിലെ സൂചിക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി. അപ്പൊ തന്നിരിക്കുന്ന സമയമൊക്കെ ഒന്ന് എഴുതിക്കേ. ഒന്നാമത്തെ സമയം 3:30, രണ്ടാമത്തെ 7:20, മൂന്നാമത്തെ 12:20, നാലാമത്തെ 5:40. നമ്മൾ ക്ലോക്ക് വരച്ചിട്ട് ചെയ്യുന്ന രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ വേറൊരു രീതിയുണ്ട് കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന സമയത്തിന്റെ ഫ്രണ്ടിലെ സംഖ്യ എഴുതുക, 3. അപ്പം എല്ലാത്തിലും അങ്ങനെ എഴുതാമല്ലോ. ഞാൻ ഇവിടെ 7 എന്ന് എഴുതി, ഇവിടെ 5 എന്ന് എഴുതി, ഇവിടെ ഞാൻ 12 എന്ന് എഴുതി. ഓക്കെ, അടുത്തത് 30 എന്ന് പറയുമ്പോൾ നമ്മുടെ മിനിറ്റ് സൂചി ഏതിലായിരിക്കും നിൽക്കുക? 3:30. 3:30 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 6-ലല്ലേ നിൽക്കുക. അപ്പം ഞാൻ 6 എന്ന് എഴുതി. 20 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി എവിടെയാണ് നിൽക്കുന്നത്? 4-ലല്ലേ നിൽക്കുക. അപ്പം ഞാൻ 4 എന്ന് എഴുതി. 20 എന്ന് പറയുമ്പോൾ 4 തന്നെയാണ്, ഞാൻ 4 എന്ന് എഴുതി. 40 എന്ന് പറയുമ്പോൾ എവിടെയാണ് നിൽക്കുക മിനിറ്റ് സൂചി? 8-ലല്ലേ നിൽക്കുക. അപ്പം ഞാൻ 8 എന്ന് എഴുതി. മനസ്സിലായോ? ആദ്യം ഫ്രണ്ടിലെ സംഖ്യകൾ അതുപോലെ ഇറക്കി എഴുതി, പിന്നിൽ കിടക്കുന്ന സംഖ്യ എന്ത് ചെയ്തു? നമ്മൾ മിനിറ്റ് സൂചി ആ സമയത്ത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കുക, അതങ്ങോട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് 6, 4, 4, 8 എന്ന് കിട്ടി. അടുത്തത് എല്ലാം തമ്മിൽ അങ്ങ് കുറയ്ക്കാലോ. അപ്പം 3-ൽ നിന്നും 6 പോവോ? ഇല്ല, 6-ൽ നിന്നും 3 കുറയ്ക്കണം. അപ്പം -3 എന്ന് കിട്ടി. 7-ൽ നിന്നും 4 പോയാൽ 3 എന്ന് കിട്ടി. 12-ൽ നിന്നും 4 പോയാൽ 8 എന്ന് കിട്ടും അല്ലേ. 5-ൽ നിന്നും 8 പോവില്ല, 8-ൽ നിന്ന് 5 പോയാൽ 3 ആണ്, പക്ഷെ -3 എന്ന് കിട്ടി. അപ്പം നമ്മുടെ വാല്യൂസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുത്തു. ഇനി ഈ മൈനസുകൾ ഉണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ മൈനസ് അല്ലേ, അപ്പോൾ ഉടനെ തന്നെ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ പ്ലസ് ആണ്, അതുകൊണ്ട് ഞാൻ പ്ലസ് ഇട്ട് കൊടുത്തു. ഇവിടെ കിട്ടിയ ആൻസറും പ്ലസ് ആണ്, ഞാൻ പ്ലസ് ഇട്ട് കൊടുത്തു. ഇവിടെ കിട്ടിയ ആൻസർ മൈനസ് ആണ്, ഞാൻ മൈനസ് ഇട്ട് കൊടുത്തു. കാര്യം മനസ്സിലായോ? കിട്ടുന്ന ഉത്തരത്തിന്റെ സൈൻ ഏതാണോ അത് ജസ്റ്റ് പുറകിലോട്ടായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇവിടെ മൈനസ് വന്നാൽ മൈനസ് ഇടുക, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു, ഇവിടെ നെഗറ്റീവ് വന്നതുകൊണ്ട് ഞാൻ മൈനസ് ഇട്ടു. ഇനി ഫ്രണ്ടിൽ കിടക്കുന്ന എല്ലാ സംഖ്യയും 30 കൊണ്ട് ഗുണിക്കണം. കണ്ടോ, 30 ഡിഗ്രി കൊണ്ട് നമ്മൾ ഗുണിച്ചു കൊടുക്കുക. അപ്പം ഞാൻ 30 ഡിഗ്രി കൊണ്ട് ഗുണിച്ചു കൊടുത്തു. ഇനി നമുക്ക് സൈനിന്റെ ഒന്നും ആവശ്യമില്ല, സൈനൊക്കെ പുറത്ത് കടന്നോട്ടെ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പിന്നിൽ കിടക്കുന്ന നമ്പർ കണ്ടോ, നമ്മുടെ മിനിറ്റിന്റെ സമയമില്ലേ 30, 20, 40, 20 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടില്ലേ, അതിന്റെ നേർപകുതി എടുത്ത് എഴുതുക. 30-ന്റെ പകുതി 15 കഴിഞ്ഞു, ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്തോ. 20-ന്റെ പകുതി 10, അതും എഴുതി, ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്തോ. 20-ന്റെ പകുതി 10, അതങ്ങോട്ട് എഴുതി കൊടുത്തു. 40-ന്റെ പകുതി എത്രയാണ്? 20 ആണ്, അതും ഞാൻ അങ്ങോട്ട് എഴുതി കൊടുത്തു. ഇനി ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. അപ്പം 30 × 3. ഈ മൈനസും പ്ലസും ഒന്നും ഇനി നോക്കരുത് കേട്ടോ. പുറത്ത് കിടക്കുന്ന സൈൻ നമുക്കിനി ആവശ്യമില്ല, അത് മൈനസ് ആയിക്കോട്ടെ പ്ലസ് ആയിക്കോട്ടെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അകത്തുള്ള സൈൻ മാത്രം നോക്കിയാൽ മതി. അപ്പം 30 × 3 90. 90-ൽ നിന്നും 15 കുറച്ചാൽ എത്ര വരും? 75 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ 75 ഡിഗ്രിയാണ് നമ്മളുടെ ഉത്തരം. ഇനി 8 × 3 24. 240. 240-നൂടെ 10 കൂട്ടിയാൽ എത്ര വരും? 250 എന്ന് വരും. അതവിടെ കിടക്കട്ടെ. ഇനി 3 × 30 90. 90-നൂടെ 10 കൂട്ടിയാൽ 100 എന്ന് വരും. 3 × 30 90. 90-ന്റെ കൂടെ 20 കുറച്ചാൽ 70 ഡിഗ്രി എന്ന് വരും. കണ്ടോ? അപ്പൊ നമ്മളുടെ ആൻസർ ഏതാണ്? 540 ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ എടുത്ത് ആദ്യം എഴുതുക. ഇനി മൈനസ് പുറകിൽ കിടക്കുന്ന സംഖ്യയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ആണ് നമ്മൾ എഴുതി കൊടുക്കുക കേട്ടോ. 30 എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിറ്റ് സൂചി 6-ലായിരിക്കും. 40 എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി 8-ലായിരിക്കും. 45 എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി 9-ലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ വാല്യൂ അങ്ങോട്ട് എഴുതി കൊടുത്തു. രണ്ടും തമ്മിൽ കുറയ്ക്കുക. ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും നമ്മളുടെ ഉത്തരം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ പുറകിൽ മൈനസ് ഇടണം,
പ്ലസ് ആണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്ന പ്ലസ് ആണെങ്കിൽ അതിൻ്റെ പുറകിലോട്ട് പ്ലസ് ഇട്ട് കൊടുക്കുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക. പിന്നെ എന്താ ചെയ്തേ, മിനിറ്റ് സമയത്തിന്റെ നേർ പകുതി എടുത്ത് എഴുതുക. നമ്മൾ ഈ 6ന്റെ പകുതി എഴുതി വെക്കരുത് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ സമയത്തിലെ മിനിറ്റിന്റെ സമയം നോക്കുക, അതിന്റെ നേർ പാതി എടുത്തങ്ങ് എഴുതുക. നമുക്ക് എന്ത് കിട്ടും, സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. ഒരു കാര്യം കൂടെ പറയാം, നമുക്ക് കിട്ടുന്ന ഉത്തരം 180നേക്കാളും വലുതാണെങ്കിൽ 360ൽ നിന്നൊന്ന് കുറയ്ക്കണം. മനസ്സിലായോ? നമുക്ക് കിട്ടുന്ന ഉത്തരം 180നേക്കാളും വലുതാണെങ്കിൽ 360ൽ നിന്നും കുറച്ച് എഴുതണം. അപ്പൊ 360ൽ നിന്നും 250 കുറച്ചാൽ എത്ര ആൻസർ വരിക? കുറച്ച് നോക്കിക്കോ. 360ൽ നിന്നും 250 കുറച്ചാൽ 110 ഡിഗ്രി എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആവശ്യമില്ല, ഇവിടെ നമുക്ക് 70 ഡിഗ്രി കണ്ടുപിടിച്ചാൽ മതി. ഞാൻ 70 ഡിഗ്രി എനിക്ക് ഇവിടെ നേരെ ആൻസർ കിട്ടി. അപ്പൊ ഇതാണ് എൻ്റെ ഉത്തരം. അപ്പൊ തന്നിരിക്കുന്ന സമയം വെച്ചിട്ട് നമുക്ക് ഈ രീതിയിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ക്ലോക്ക് വരച്ച് ചെയ്യുന്നവർ അങ്ങനെ പഠിച്ചോളൂ കേട്ടോ, അതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പഠിപ്പിച്ച രീതി അത് തന്നെയായിരുന്നു. എന്നാൽ അതിൽ ചില കുട്ടികൾക്ക് സംശയം വരുന്നുണ്ട്, പ്ലസ് എപ്പോൾ ഇടണം, മൈനസ് എപ്പോൾ ഇടണം എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതി പറഞ്ഞു തന്നെ. ഇതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ സൈൻ നോക്കിയിട്ട് അകത്തെ സൈൻ ഏതാണെന്ന് തീരുമാനിക്കാം, കൂട്ടുവാണോ കുറയ്ക്കുവാണോ എന്നൊക്കെ. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? 5:40 ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 7 സംഖ്യകളുടെ ശരാശരി 93 ആണ്. ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 90 ഒഴിവാക്കിയ സംഖ്യ ഏത്? ഒഴിവാക്കിയ സംഖ്യ കണ്ടെത്താനായി ആദ്യം പഴയ ശരാശരി എഴുതുക. പഴയ ശരാശരി എത്രയാണ്? 93 ആണ്. പ്ലസ് ഒരാളെ ഒഴിവാക്കിയാൽ ശരാശരി കുറയണം. ഒരാൾ വന്നാൽ ശരാശരി കൂടണം, ഒരാൾ ഒഴിവാക്കിയാൽ ശരാശരി കുറയണം. അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ഇട്ട് കൊടുക്കാം. ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെ വരും? ആകെയുള്ള സംഖ്യ 7 പേരുണ്ടായിരുന്നു, അതിൽ 1 പോയി, ഇനി എത്രയേ ഉള്ളൂ? 6 പേരേ ഉള്ളൂ. ഗുണം ശരാശരിയിൽ വന്ന വ്യത്യാസം. ശരാശരിയിൽ വന്ന വ്യത്യാസം എത്രയാണെന്ന് നോക്കിക്കേ. 93 ആയിരുന്നത് 90 ആയിട്ട് മാറി. ശരാശരിയിൽ വന്ന വ്യത്യാസം 3 ഗുണിച്ചു. അപ്പൊ എന്ത് വരും? 93 + 18 എന്ന് വന്നു. 8 3 11, ശിഷ്ടം 1, 9 1 10, 10 1 11. 111 ആണ് നമ്മളുടെ ഉത്തരം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി 111. ശരാശരിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ശരാശരി എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ പോയി കാണണം കേട്ടോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഷോർട്ട് കട്ടുകളെല്ലാം പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അമ്മയെ ഇവിടെ എഴുതി, മകനെ ഇവിടെ എഴുതി. അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലാണ്. മകൻ എക്സ് ആണെങ്കിൽ അമ്മ എത്രയായിരിക്കും? എക്സ് പ്ലസ് 21 ആയിരിക്കും. 6 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അമ്മയുടെ പ്രായം. 6 വർഷം കഴിയാന്ന് പറഞ്ഞാൽ മകൻ എത്ര വയസ്സാവും? എക്സ് പ്ലസ് 6 ആവില്ലേ? അമ്മയ്ക്ക് എത്ര വയസ്സാവും? എക്സ് പ്ലസ് 21 ആണ് ഇപ്പോഴത്തെ പ്രായം. അതിൻ്റെ കൂടെ 6 വയസ്സ് കൂടണം. 6 വർഷം കഴിയാന്ന് പറഞ്ഞാൽ 2 പേർക്കും എന്ത് കൂടണം? 6 വയസ്സ് വീതം കൂടണം. 6 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അമ്മയുടെ പ്രായം. അപ്പൊ ഇതാണ് കേട്ടോ അമ്മയുടെ പ്രായം. അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണ്. അതായത് മകന്റെ പ്രായം എത്രയാണോ അതിനെ ഡബിൾ ചെയ്താൽ അമ്മയുടെ വയസ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ മകന്റെയും അമ്മയുടെയും വയസ്സുകളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചെയ്യാലോ. എക്സ് പ്ലസ് 21 6 27. 2 ഗുണം എക്സ് 2x എന്ന് കിട്ടി. 6 ഗുണം 2 12 എന്ന് കിട്ടി. എക്സിനെ അങ്ങോട്ട് വിടുക, 12നെ ഇങ്ങോട്ട് കൊണ്ടുവരിക കേട്ടോ. അപ്പൊ 27 പ്ലസ് 12 ഇപ്പുറത്ത് വരുമ്പോൾ -12 ആവും. 2x മൈനസ് എക്സ് എന്നാവും. പ്ലസ് അല്ലേ, അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. 27ൽ നിന്ന് 12 പോയാൽ 7ന്ന് 2 പോയാൽ 5, 2ന്ന് 1 പോയാൽ 1, 15 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വില നമുക്ക് എത്ര വന്നു? 15. 2xൽ നിന്ന് ഒരു എക്സ് പോയാൽ എക്സ് ആണ് അല്ലേ? അപ്പൊ എക്സിന്റെ വില 15 എന്ന് കിട്ടി. ഇനി അങ്ങനെ ആണെങ്കിൽ അമ്മയുടെയും മകന്റെയും പ്രായം കണ്ടുപിടിക്കത്തില്ലേ? മകന് എത്ര വയസ്സ്? 15 വയസ്സ്. അമ്മയ്ക്ക് എത്ര വയസ്സ്? 15 പ്ലസ് 21 ചെയ്യുക. അപ്പൊ 15 പ്ലസ് 21 ചെയ്തോ. 5 1 6, 2 1 3. അമ്മയ്ക്ക് 36 വയസ്സ്. ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2 പേരുടെയും വയസ്സിന്റെ തുക കാണാനാണ്. സോ 6 5 11 എന്ന് കിട്ടി.
ശിഷ്ടം 1, 3 1 4, 4 1 5. 51 വയസ്സാണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി, 51 വയസ്സെന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിന് മുന്നേ സിമിലർ പാറ്റേൺ ഉള്ള ഒരുപാട് ചോദ്യം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 75ന്റെ സ്ക്വയർ പ്ലസ് 2 ഗുണം 75 ഗുണം 25 പ്ലസ് 25ന്റെ സ്ക്വയർ. ഇത് കാണുമ്പോഴേ എന്താ മനസ്സിലേക്ക് വരേണ്ടത്? 2 സ്ക്വയർ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കണം, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറോ a മൈനസ് ബി ദ ഹോൾ സ്ക്വയറോ ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഞാൻ 75നെ a എന്ന് വിളിച്ചു, 25നെ b എന്ന് വിളിച്ചു. a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു ബി. അപ്പം നമുക്ക് എന്ത് കിട്ടി നോക്കിക്കേ? 75നെ ഞാൻ a എന്ന് വിളിച്ചാൽ a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി 2ab പ്ലസ് 25നെ ഞാൻ b എന്നാണ് വിളിച്ചത്. അപ്പം ദേ b സ്ക്വയർ എന്ന് കിട്ടി. അപ്പം ഇതിന് പകരം എനിക്ക് എന്ത് എഴുതി കൊടുക്കാം? 75 പ്ലസ് 25 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം എന്താ? ഇതിന്റെ എക്സ്പാൻഷൻ ആണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് അതിനെ ഒരുമിച്ച് എഴുതുന്നതിൽ ഒരു തെറ്റും ഇല്ല. അടുത്തത് ഡിവൈഡഡ് ബൈ 75 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാൽ എന്തിന് തുല്യമാണ്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബിക്ക് തുല്യമാണ്. അപ്പം നമുക്ക് ആൻസർ എന്ത് വരും? a പ്ലസ് ബി. a പ്ലസ് ബി എന്ന് പറയുമ്പോൾ 75 പ്ലസ് 25 ഗുണം a മൈനസ് ബി എന്ന് പറയുമ്പോൾ 75 മൈനസ് 25. മനസ്സിലായോ? ഇതിന് പകരം നമ്മൾ അതിൻ്റെ മറ്റേ ഫോം അങ്ങോട്ട് എഴുതി കൊടുത്തു. അടുത്തത് ഇനി നോക്കിക്കേ, ഇവിടെ 75 പ്ലസ് 25 2 തവണയുണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? a ഗുണം a ആണ് a സ്ക്വയർ. ഇത് 2 തവണയുണ്ട്, ഇവിടെ 1 തവണയുണ്ട്. അപ്പം ഈ 1 തവണയും ഇവിടെയുള്ള ഒരെണ്ണത്തിനെയും കൂടെ എനിക്കങ്ങ് വെട്ടിക്കളയാലോ. 2 തവണ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ വീതം എന്ത് ചെയ്യാം? മുകളിലും താഴെയും വെട്ടിക്കളയാം. അപ്പം വെട്ടിക്കളഞ്ഞു. ഇനി ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ? ഒരെണ്ണമേ ബാക്കിയുള്ളൂ. അപ്പം 75 പ്ലസ് 25 എത്ര വരും? 100 എന്ന് വരും. ഡിവൈഡഡ് ബൈ 75 മൈനസ് 25 എത്ര വരും? 50 എന്ന് വരും. വെട്ടിക്കോ, ഉത്തരം എത്ര വന്നു? 2 എന്ന് വന്നു. കണ്ടോ? അപ്പം നമുക്ക് എങ്ങനെ ആൻസർ കിട്ടിയേ? ഇതിപ്പോൾ ഞാൻ വെട്ടി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അല്ലാതെ ചെയ്ത് നോക്കണേ. 75 പ്ലസ് 25 എത്രയാണ്? 100 ആണ്. അപ്പം 100 ഗുണം 100 എന്ന് എഴുതാമല്ലോ. സ്ക്വയർ അല്ലേ? 100 ഗുണം 100 എന്ന് എഴുതി. താഴെ ഒരു 100 ഉണ്ട്. അപ്പം എന്ത് ചെയ്യാം? ഒരു 100നെ മുകളിലത്തെ ഒരു 100നെ അങ്ങ് വെട്ടിക്കളയുക. പിന്നെ ഒരെണ്ണല്ലേ ബാക്കിയുള്ളൂ, അത് അങ്ങോട്ട് എഴുതി കൊടുത്തു. അങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പം ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2 ആണ്. ഐഡൻറ്റിറ്റി ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സാധാരണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ ഐഡൻറ്റിറ്റിയും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ 1/1 ഗുണം 2 പ്ലസ് 1/2 ഗുണം 3 പ്ലസ് 1/3 ഗുണം 4 പ്ലസ് 1/4 ഗുണം 5. ഇതിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിനെ അങ്ങ് സോൾവ് ചെയ്തോ. 2 ഗുണം 1 2 പ്ലസ് 3 ഗുണം 2 6 പ്ലസ് 3 ഗുണം 4 12 പ്ലസ് 5 ഗുണം 4 20. ഇനി എന്ത് ചെയ്യണം? ഫ്രാക്ഷനെ കൂട്ടാനാണ് അല്ലേ? ഭിന്നസംഖ്യയെ കൂട്ടണമെങ്കിൽ എല്ലാവരുടെയും ഛേദം സെയിം ആയിരിക്കണം. ഇവിടെ സെയിം ആണോ? അല്ല. അപ്പൊ സെയിം ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ലസാഗു കാണണം. അപ്പൊ കാണാലോ. ഇപ്പൊ കണ്ടോ, 2 6 12 20. ഇപ്പൊ 2ന്റെയും 6ന്റെയും 12ന്റെയും 20ന്റെയും കൂടെ ലസാഗു കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം 2 വെച്ച് ഹരിച്ചു. അപ്പൊ എത്ര വന്നു? 1 3 6 10. വീണ്ടും 2 വെച്ച് ചെയ്യാമല്ലോ. ഞാൻ ഇതൊന്ന് നീക്കി എഴുതുവാണേ. വീണ്ടും 2 വെച്ച് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? 1 3 3 5. ഹരിച്ചു കൊടുക്കുവാണ് കേട്ടോ, വേറെ ഒന്നും ചെയ്യുന്നില്ല. സിംപ്ലി നമ്മളങ്ങ് ഹരിക്കുവാണ്. അടുത്തത് ഇവിടെ 3 വെച്ച് ഹരിക്കാമല്ലോ. അപ്പോൾ 1 1 1 5 എന്ന് കിട്ടും. ഇനി ഹരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം 5 മാത്രമല്ലേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പം അതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ഗുണിക്കുക. അപ്പം 2 ഗുണം 2 ഗുണം 3 ഗുണം 5 ചെയ്താൽ ലസാഗു കിട്ടും. ലസാഗു അറിയില്ലെങ്കിൽ LCM എന്ന് പറഞ്ഞ് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണണം കേട്ടോ. LCM ജസ്റ്റ് ഈസി ലേണിംഗ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി, യൂട്യൂബിൽ കാണിക്കും. അപ്പോൾ ഇനി ഗുണിച്ചോ. 2 ഗുണം 2 4 4 ഗുണം 3 12 12 ഗുണം 5 60. അപ്പോൾ നമ്മുടെ ലസാഗു എത്ര വന്നു? 60 എന്ന് കിട്ടി. ലസാഗു 60 ആണെങ്കിൽ ഇവരെ എല്ലാം എന്ത് ചെയ്യണം? 60 ആക്കണം. അപ്പോൾ 2 ഗുണം 30 ആണ് 60. അപ്പോൾ മുകളിലും ഞാൻ 30ഉമായിട്ട് ഗുണിക്കണം. 6 ഗുണം
10 60, മുകളിലും ഞാൻ എന്ത് ചെയ്യണം? 10 ഗുണിക്കണം. 12 ഗുണം 5 60, മുകളിലും 5 ഗുണിക്കണം. 20 ഗുണം 3 60, മുകളിലും ഞാൻ എന്ത് ചെയ്യണം? 3 ഗുണിക്കണം. അപ്പം എന്ത് വന്നു? 30 പ്ലസ് 10 ഗുണം 1 10 പ്ലസ് 5 ഗുണം 1 5 പ്ലസ് 3 ഗുണം 1 3 ഡിവൈഡഡ് ബൈ, ഇവിടെ എല്ലാം 60 ആയി അല്ലേ? അപ്പം നമുക്ക് 60 എന്ന് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ കൂട്ടിക്കോ. 30 10 40, 40 8 48. സോ 48/60 എന്നാണ് കിട്ടുക. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ഉത്തരം ഉണ്ടാവില്ല. ഇതുപോലെ വലിയ സംഖ്യ കിട്ടിയാൽ വെട്ടി കുറയ്ക്കുക കേട്ടോ. ഇപ്പം 24, 2 വെച്ച് വെട്ടാലോ 24 എന്ന് കിട്ടി. ഇവിടെ ആണെങ്കിലോ 30 ഗുണം 2 60. വീണ്ടും വെട്ടിക്കോ. 12 ഗുണം 2 24, 15 ഗുണം 2 30. വീണ്ടും വെട്ടാം. 3 വെച്ച് 3 ഗുണം 4 12, 3 ഗുണം 5 15. ഇനി വെട്ടാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്ക് ഉത്തരം എത്ര വന്നു? 4/5 എന്ന് വന്നു. കണ്ടോ, നമ്മുടെ ആൻസർ എത്രയാണ്? 4/5. അപ്പം ഇതുപോലെ LCM എടുത്ത് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരുപാട് സംഖ്യകൾ വന്നാൽ, അല്ലാതെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഒരുപാട് സമയവും പോവും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ആൻസർ ചിലപ്പോൾ തെറ്റിയും പോകും. ഒത്തിരി വലിയ വലിയ വാല്യൂസ് ഒക്കെ കിട്ടും. അപ്പം കഴിവതും ഇതുപോലെ ഒരു 2 സംഖ്യകളെക്കാളും കൂടുതൽ സംഖ്യകൾ വന്നാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നേരെ ലസാഗു കണ്ടുപിടിച്ച് ആൻസർ എടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രാക്ഷൻസ് അറിയില്ലെങ്കിൽ ഫ്രാക്ഷൻസിൻ്റെ ക്ലാസ് പോയി കാണണം കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നത്, ഞാൻ അല്ലാതെ അതിൻ്റെ എല്ലാം സ്റ്റെപ്പുകൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി വലുതാവും. പിന്നെ അറിയാവുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പം അറിയാത്ത കുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ തിയറി ക്ലാസ്സുകൾ പോയി കാണണം കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ കരുതുകയാണ്. LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും അതുപോലെ LD ക്ലർക്ക് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളും എല്ലാം തന്നെ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.